واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن فضل رسول الله ليس له حد فيعربان أناطق بفمي مولاي صل على حبيبك خير الخلق كلهم. ظلمت سنة من أحيا الظلام إلى أن استقت قدماه الضر من ورمي. حسبي ربي جل الله ما في قلبي الله حق لا إلا الله. സർവാദരങ്ങൾ നിറഞ്ഞ അദാത്തിങ്ങൾ, ആലിമീങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠർ, ഉമറാക്കൾ, പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നിങ്ങളെ സലാം ചെയ്യും. അൽഹംദുലില്ലാഹ്, നല്ലൊരു സദസ്സ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്മരിക്കുക, പ്രത്യേകിച്ച് ദിക്റു സ്വാലിഹീന കഫാറ, അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാകുമ്പോൾ വല്ലാത്ത രസം തന്നെയാണ്. അല്ലാഹു ഈ സദസ്സിൽ അവരെ ഹുദൂർ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പോരായ്മകൾ ഏറെ ഉള്ളവരാണ്, മനസ്സ് വളരെ പോരായ്മയുള്ള ആളാണ്. അല്ലാഹു നമുക്ക് നല്ല തസ്കിയത്തുൽ ഖൽബ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളിവിടെ വരാറുണ്ട്, ഒരു ഭയങ്കര പ്രഭാഷകനാണ്. വയസ്സുകൊണ്ട് ഞാൻ മൂത്തതുള്ളൂ. അല്ലാഹു വലിയ ഇസ്സത്ത് ആ പ്രിയപ്പെട്ട അനിയൻ അല്ലാഹു നൽകുമാറാകട്ടെ. നടന്നുപോയ ഞങ്ങളെ ഈ രൂപത്തിൽ സദസ്സിലേക്ക് എത്തിച്ചു തന്ന പ്രിയ പിതാവ് അല്ലാഹു അവരെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ വഴിയിൽ നടന്ന് സഹായിച്ച കൈനീട്ടി തന്ന ആരൊക്കെയുണ്ടോ, തലോടി തന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിന്റെ സന്തോഷങ്ങളെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അതിൽ നിന്ന് മുപ്പരുടെ വേദുണ്ടോന്ന് അറിയാം. ഏതായാലും അല്ലാഹു നമുക്ക് ആരംഭപ്പൂവായ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച 12 ഇത് കഴിക്കാൻ പറ്റുമോ? 12 അല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. റബീഉൽ 12 അല്ലേന്ന് ചരിത്രകാരന്മാർക്കിടയിൽ സംശയമുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പ്
ലോകം കാലം മൂന്ന് രൂപത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാചീനം, മധ്യകാലം, ആധുനികം. 21-ാം നൂറ്റാണ്ടിലെ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, മധ്യകാലത്തെ AD 500 മുതൽ 1500 വരെ ഉള്ള കാലയളവിനെ കുറിച്ചാണ് മധ്യകാലം എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിന്റെ പ്രാരംഭഘട്ടത്തിലെ ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്നാണ് ചരിത്രകാരന്മാർ, മുസ്ലിമീങ്ങൾ എന്നല്ല അമുസ്ലിമീങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചതെങ്കിൽ, ആ കാലഘട്ടത്തിൽ ജനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് 12-നാണെന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും? പല അഭിപ്രായങ്ങളും സംശയമാണ്. അപ്പൊ മുജാഹിദീങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മറുപടി ഒരു ഭാഗ്യവാനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ചെയ്യും? ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. കുറെ മൂലയന്മാരെ പറ്റിച്ചതാ. നിങ്ങളെ പേരെന്താ? കുട്ടി സ്വീകരിക്കട്ടെ. ഇനിയും ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കുട്ടി ഹാജിയോട് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അറിയോ? ജനിച്ച ഡേറ്റ് അറിയോ? അറിയില്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരാ, അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ റബീഉൽ അവ്വൽ 12 ചോദ്യം ചെയ്യുന്ന ചില പ്രമാണിമാർ ലോകത്തിറങ്ങിയിട്ടുണ്ട്. ആരാണ് അവർക്ക് അധികാരം കൊടുത്തതെന്നറിയില്ല. ചോദിക്കുന്ന ആ വ്യക്തിക്ക് അവരെ പറഞ്ഞു കൊടുത്തല്ലേ ഓരോ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാനും ഞങ്ങളും കൂടി 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചു SSLC ചെയ്തതാണ്. ഞങ്ങൾ തീരുമാനിച്ചത് പെരീക്ക് വിളിച്ചു ഫോമാണ് ഈ പോയപ്പോഴാണ് മാറിയിരിക്കുന്നത്. ഞാൻ നോക്കിയില്ല, ഇതെങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മൾ പ്രസവിച്ച ഡേറ്റ് ആര് പറഞ്ഞ? അല്ലെ, നമ്മളെ ഐഡന്റിറ്റി കാർഡ്, നിങ്ങൾക്ക് ആധാർ കാർഡില്ലേ? ആധാർ കാർഡിൽ നമ്മൾ എഴുതി വെക്കുന്നത് നമുക്ക് നമ്മളെ ഉമ്മ പറഞ്ഞെന്നാണ്, അല്ലെങ്കിൽ നമ്മളെ പെരക്കാര് പറഞ്ഞെന്നാണ്. ഈ പെരക്കാർക്ക് പറഞ്ഞെന്ന് നമുക്ക് ഉറപ്പാവോ? ആധാർ കാർഡിന്റെ ഉറപ്പ് വേണ്ടേ? ബുർഹാന്റെ ബാബുസ്ഥാൻ നല്ല നോക്കണം കേട്ടോ. മട്ടത്തിൽ ഓതിയാലും മനസ്സിലാകും. ബുർഹാൻ ഉറപ്പ് എന്ന് പറയണമെങ്കിൽ ഏതൊക്കെ പെടുമെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരാ, നമ്മൾ പ്രസവിച്ചു എന്നത് ഉമ്മ പറഞ്ഞെന്നാണ്. ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ പ്രസവിച്ച ആൾക്കാർ ഇതിൽ കയ്യൊന്ന് പോക്കോ? മക്കളെ ഹോസ്പിറ്റലിൽ കൈ വെച്ചാൽ നിങ്ങളൊക്കെ ചിലപ്പോൾ മാറിയിട്ട് നൈസ് മാറ്റിയിട്ടുണ്ടാവും. മാറ്റൂല. ഒരു ദിവസം തന്നെ അത് മെഡിക്കൽ കോളേജിലാണെങ്കിൽ എത്ര പ്രസവം നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിയെ മാറിയിരിക്കണമെങ്കിലോ ക്രോമസോം എന്ന സാധനം മറ്റും ഉരസി നോക്കിയാൽ മാത്രമേ, വെച്ച് നോക്കിയാൽ മാത്രമേ കൃത്യമായി വാപ്പയാണോ കൃത്യമായി ഉമ്മയാണോ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഉമ്മക്ക് നമുക്ക് കിട്ടിയ ഉറപ്പ് നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞെന്നാണ്. എന്നാൽ നമ്മളെ മാതാപിതാക്കൾ സത്യമേ പറയാറുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഒരു പിഴവും പിഴക്കാറില്ല. അവർക്ക് പിഴവ് വരാറുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും അവരിൽ നിന്ന് അസത്യങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ അവര് പറഞ്ഞു തന്ന ഡേറ്റ് നമ്മൾ എഴുതി വെച്ചിട്ട് ആ ഡേറ്റ് ഉറപ്പിക്കുന്ന നമുക്ക് അതിനേക്കാളും സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി ത്വഹ റസൂലുള്ളാഹി
തങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് 12-നാണെന്ന് മങ്കൂസ് മൗലൂദിലുണ്ട്, ശറഫുൽ അനാമിലുണ്ട്. ആ മഹാന്മാര് കളവ് പറയുന്നവരല്ല. നമ്മളെ ഉമ്മയെക്കാളും ബാപ്പയെക്കാളും ആലിമാണ്, പണ്ഡിതനാണ്, ഉള്ളവരാണ്. അവര് കളവ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എനിക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല. എന്റെ ഉമ്മയെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ആ ഉറപ്പ് മതി. എന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഉറപ്പ്, അതിനേക്കാളും ഉറപ്പ് എവിടെയുണ്ട്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുണ്ട് 12-ന് തന്നെയാണെന്ന് സംശയമില്ല. അല്ലാഹു അങ്ങനെ തന്നെ തിങ്കളാഴ്ച രാവിലെ ഈ നഗരിൽ വെച്ചിട്ട് പ്രൗഢമായ രൂപത്തിൽ തന്നെ നടത്താൻ, നല്ല രൂപത്തിൽ തന്നെ പങ്കെടുക്കാൻ, കൽബറിഞ്ഞു പങ്കെടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ചോദിച്ചു വരുന്ന ആൾക്കാരോട് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ ചോദിക്കണം. എനിക്ക് ഏതായാലും ഓർമ്മ ഉണ്ടാവില്ല അല്ലെ? 6 വയസ്സ് ഇല്ല, നമുക്കൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായത് എന്നാ? തിങ്കളാഴ്ചയാണ്. അതും റബീഉൽ അവ്വൽ 12-നാണ്. എന്താക്കും? അപ്പൊ ദുഃഖാചരണം ആർക്കടെ വിട്ടുള്ള നബിയല്ലേ മരിച്ചത്? നബി മരിച്ചിട്ട് സന്തോഷിക്കല, ടെൻഷനല്ല വേണ്ടത്. ജനിച്ചിനെക്കാട്ടി വഫാത്തായതല്ലേ നോക്കണ്ടത് അല്ലേ? അങ്ങനെ നോക്കണ്ടേ പറയും. നോക്കിയാ മതിയോ? ശവങ്ങ് മരിച്ചത് ടെൻഷനില്ലേ? വഫാത്തായ ടെൻഷൻ ഇപ്പോഴത്തെ കാലം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുകൂടേനോ? ടെൻഷനില്ലേ? ആചരിക്കണ്ടേ? പറയും മറുപടി. മുൻഗണന അപ്പൊ പിൻഗണന അതിനുണ്ട്. ആചരിക്കണേ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതും ഒരു ഞൊണ്ടി ഞാൻ ചോദിക്കുന്നത് കാണാം. എന്തൊരു വിഡ്ഢിത്തമാണ്! തൊട്ടില് മുതൽ കട്ടില് വരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഇസ്ലാമാണ്. കയ്യൂല, ആരോഗ്യമില്ല. നിങ്ങളൊക്കെ അങ്ങോട്ട് ഊതിയേറ്റ് ചോറിട്ട വന്ന അടുവിരിയാക്കുന്ന അല്ലല്ല, ആരും പറഞ്ഞെന്താ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പാടുന്നുണ്ട്. അവിടുത്തെ സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് ഇത്ര 15 വർഷം അവരെ ബർക്കത്തോടെ അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ സ്മരിക്കുന്ന ഈ സദസ്സിൽ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ കടന്നു വന്നത് അല്ലാഹ് പറഞ്ഞിട്ടല്ലേ? അല്ലേ? നമ്മളെല്ലാം ചെയ്യുന്നത് അല്ലാഹ് പറഞ്ഞിട്ടാണ് മക്കളെ. അല്ലാഹ് പറഞ്ഞിട്ടല്ലേ? സുബ്ഹി നിസ്കരിക്കുന്ന സുബ്ഹി ഒരു 8-ന് ആക്കിയോടെ സുഖല്ലേ? 8 മണിക്ക് ആക്കുകയാണെങ്കിൽ. പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ദുഃഖാചരണം ആര് മരണപ്പെട്ടാലും ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മരണപ്പെട്ടതിന് 3 ദിവസം ആചരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് ദുഃഖം ആചരിക്കരുതെന്ന് ആര് പഠിപ്പിച്ചു? അല്ലാഹു തആല നിസ്കരിക്കാൻ പഠിപ്പിച്ചെന്നാരാ? അല്ലാഹ് പറഞ്ഞോണ്ടല്ലേ ചെയ്യുന്നത്? അല്ലാഹു തആലയാണ് നമ്മൾ ജനിച്ചത് മുതൽ ഇനി ഖബറിലേക്ക് എത്തുന്നത് വരെ എങ്ങനെ നടക്കണം, ഈ പള്ളിയിലേക്ക് നടക്കേണ്ടത് എങ്ങനെ, അങ്ങാടിയിലേക്ക് പോകേണ്ടത് എങ്ങനെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാമ്പിനെ നല്ല വേവിച്ചെന്ന് തിന്നോ?
എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തിന്നരുതെന്ന്. അതേ പ്രകാരം തന്നെ ദുഃഖാചരണം പാടില്ല. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ശിയാക്കളെക്കാളും ദുഃഖാചരണം നടത്താൻ ഈ നാട്ടുകാർ സന്നദ്ധത കാണിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട്, അല്ലാഹു പറഞ്ഞു ചെയ്യുള്ളൂ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫറഹു. നബിയെ തങ്ങൾ പറഞ്ഞുകൊടുക്കണം അല്ലാഹുവിന്റെ ഇൽമിനെ കുറിച്ച്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശദീകരണമാണ്. ഇൽമിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കണം. വബിറഹ്മതിഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്ത് അനുഗ്രഹീതനായിട്ടല്ലാതെ സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പടച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എങ്കിൽ നിങ്ങളുടെ റഹ്മത്തിന്റെ അർത്ഥം എന്താ? തങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊടുക്കൂ. ഫബിദാലിക, അതുകൊണ്ട് മാത്രം ഫല്യഫറഹു, സന്തോഷിക്കട്ടെ. അങ്ങനെ അർത്ഥം കുട്ടികൾക്കറിയാം. അറബി ഭാഷയിൽ മുന്തിക്കേണ്ടതിനെ അല്ലെ പിന്തിക്കേണ്ടതിനെ മുന്തിച്ചു പറഞ്ഞാൽ അതിന് ഹസറിന്റെ അർത്ഥം കിട്ടും. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഫബിദാലിക ഫല്യഫറഹു. അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സ്മരിക്കുന്ന അല്ലെങ്കിൽ അറിവിന്റെ സദസ്സുകളിൽ മാത്രമാണ് ഫല്യഫറഹു, നിങ്ങൾ അവർ സന്തോഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഈ സദസ്സ് കൊണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സന്തോഷം സ്നേഹം വേണം. വാട്ട് യു മീൻ ബൈ ലവ്? സ്നേഹത്തിന്റെ അർത്ഥം എന്താണ് കൂട്ടുകാരെ? എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹമെന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം പറയാം, മൈലാനുൽ ഖൽബാണ്, ഖൽബ് ചായലാണ്. ഏതടിസ്ഥാനത്തിൽ? ഒരു വ്യക്തിയുടെ കമാൽ, ജമാൽ, ഇഹ്സാൻ എന്ന ഈ മൂന്ന് മാനദണ്ഡത്തിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടാകുന്ന ഖൽബിന്റെ ചായ്വിനെ കുറിച്ചാണ് സ്നേഹമെന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതായത് ബാഹ്യ അലങ്കാരവും ആന്തരിക അലങ്കാരവും ചമൽക്കാരവും സർവീസ് മെന്റാലിറ്റിയും ഒരാളിൽ സമ്മേളിക്കുമ്പോൾ അതിലൂടെ മറ്റൊരു വ്യക്തിക്ക് അയാളോടുണ്ടാകുന്ന അനുകമ്പ, ഹൃദയത്തിന്റെ ചായ്വിനെ കുറിച്ചാണ് സ്നേഹമെന്ന് പറയുന്നത്. ഈ സ്നേഹം ഹബീബായ റസൂലുള്ളാഹി ഇവിടത്തെ സലാത്തും ചെല്ലില്ല ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം നമുക്ക് വേണം കൂട്ടുകാരാ. നോക്കാം, നമുക്ക് ലോകത്തിലെ ഏറ്റവും ബാഹ്യ അലങ്കാരമുള്ളത് ആർക്കാം? മുനസ്സഹുൽ അൻ ശരീകിൻ ഫീ മഹാസിനിഹി وجوهر الحسن فيه غير منقسم. ലോകത്ത് അല്ലാഹ് മദ്ഹു പഠിപ്പിച്ചു തന്ന നേതാവാണ് ബുസൂരി ഇമാമ്. എന്തോ ഒരു അലങ്കാരമാണ് അതിനുള്ളത്. മുനസ്സഹുൻ ശരീകിൻ ഫീ മഹാസിനിഹി, നന്മക്ക് തങ്ങളോട് കൂടെ നിൽക്കാൻ ഒരാളില്ല. തങ്ങൾ ഒറ്റയാനാണ്. ഏത് വിഷയത്തിലെടുത്താലും നല്ല ബാപ്പയാണ്. ബാപ്പന്റെ വിഷയത്തിൽ കിടപിടിക്കുന്ന ബാപ്പ വേറെയില്ല. നല്ല മോനാണ്. തങ്ങളെ പോലെ നല്ല മക്കള് ലോകത്തില്ല. നല്ല സുഹൃത്താണ്. തങ്ങളെ പോലെ സുഹൃത്താക്കാൻ പറ്റിയ വേറെ ആളില്ല. خذلاني خوف الخاتمة خالي الخليل خامل الوصف من الخلخال خال لا إله
ഖല്ലി എന്റെ കൂട്ടുകാരാ ഖില്ലി ഖുല്ലത്തൽ ഖിദ്ലാൻ നിങ്ങളെ നിങ്ങനാക്കുന്ന കൂട്ടുകാരൊക്കെ ഒഴിവാക്കിക്കാളി. പിന്നെ ആരെയാ നിങ്ങൾ കൂട്ടുകൂട്ടേണ്ടത്? ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ സമ്പൂർണ്ണ അല്ലാഹ് സൗകുമാരികതയുടെയും സൗന്ദര്യത്തിന്റെയും വൈശിഷ്ട്യങ്ങളുടെ മുഴുവനും കേന്ദ്രമായ അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി അല്ലാഹ് തങ്ങളെ മനസ്സിൽ നെഞ്ചേറ്റിക്കോളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. നിങ്ങൾ വിചാരിച്ചു ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ളത് പോപ്പ് നടിമാരാണ്, ഹോളിവുഡ് നടിമാരാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. കാശ്മീർ ഏറ്റവും രസമുള്ളത്, ആൻഡമാൻ നിക്കോബാർ രസമുള്ള കേന്ദ്രം. സുബ്ഹാനല്ലാഹ് റആനി ഫഖദ് റആനി. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ തൗഫീഖ് ഉണ്ടാകണം. നമുക്ക് മനസ്സിലാകും അല്ലാഹു ഈ സദസ്സ് സബബായി തൗഫീഖ് നൽകുമാറാകട്ടെ. ഊസൂരി ഇമാമിന് എന്നിട്ട് മതിയാകണില്ല. മൂപ്പര് പറഞ്ഞു നോക്കിങ്ങളെ സുബ്ഹാനല്ലാഹ് വ ജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറ മുൻഖസിമി. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് മക്കളെങ്ങനെ ചോദിച്ചു നിങ്ങളോട് പേരക്കുട്ടികളില്ലേ, പേരക്കുട്ടികളെ ഒന്ന് ചോദിച്ച ബാപ്പ വാട്ട് യു മീൻ ദ ഡെഫിനിഷൻ ഓഫ് ദി ബ്യൂട്ടി, എന്താണ് സൗന്ദര്യത്തിന്റെ നിർവചനം ചോദിച്ചാൽ മറുപടി അറിയും. പറയണം മറുപടി മുഹമ്മദുർ റസൂലുള്ളാഹി. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മക്കളെ അത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കണം. ത്വാഹ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ ഊസൂരി ഇമാം പഠിപ്പിച്ചു കൊടുക്കണം മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി വ ജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. സുബ്ഹാനല്ലാഹ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിമിത്തങ്ങളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അത് വീതം വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സൗന്ദര്യം ആർക്കും കൊടുത്തിട്ടില്ല. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽവാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. പൗർണമിയെക്കാളും സൗന്ദര്യം തങ്ങൾക്കുണ്ട്. ലോകത്ത് എന്തിനെങ്കിലും ഏതെങ്കിലും ദുന്യവിയായ വസ്തുക്കളെ നിങ്ങളെ കണ്ണിന് ചമൽക്കാരം തന്നിട്ടുണ്ടെങ്കിൽ, സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ശൈത്വാന് പറ്റിച്ചതാണ്. നിങ്ങളെ ശരീരം നിങ്ങളെ വഞ്ചിച്ചതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, സൗന്ദര്യത്തിന്റെ കേന്ദ്രം കിടക്കുന്നത് മദീനയിലാണ്. അതാ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഷാദുൽ ഇമാം പാടിപ്പോയത് എനിക്ക് ദുനിയാവില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. അതൊന്നും എനിക്കുള്ള ശിക്ഷയല്ല. എനിക്ക് മക്കളില്ല, എനിക്ക് കടണ്ട്, വീടില്ല, മക്കളെ കല്യാണം കഴിച്ചയച്ചിട്ടില്ല, അതൊക്കെ പ്രയാസമാണ്. അല്ലാഹു അവന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കിടയിൽ നമുക്ക് മറ വീണുപോയി കൂട്ടുകാരാ. അന്യ സ്ത്രീകളിലെ ഒരു സുഖം ഉണ്ടായില്ല. ഉമ്മാനെ നോക്കുമ്പോഴാ സുഖം, അല്ലെങ്കിൽ അയൽവാസിത്തെ പെണ്ണിനെ നോക്കുമ്പോഴാ സുഖം കിട്ടുക.
നമ്മളെ കണ്ണെങ്ങനെയാണ് നഫ്സുല്ലമ്മാറയാണ് വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിമാ വഇൻഹുമാ മഹളാക നുസ്ഹ ഫത്തഹിമി. ഖുർആൻ എടുക്കുന്ന സമയത്ത് മടുപ്പാണ്, ഫോൺ എടുക്കുന്ന സമയത്ത് മണിക്കൂറുകൾ അറിയാറില്ല. സുബ്ഹാനല്ലാഹ്, ഉമ്മന്റെ കൂടെ ഇരിക്കുമ്പോ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. അയൽവാസി പെൺകുട്ടികൾ അല്ലെങ്കിൽ അങ്ങാടിയിൽ നടക്കുന്ന ഏതെങ്കിലും ചാബാലി പെൺകുട്ടികളെ കാണുന്ന സമയത്ത് എന്തേ കൽബിന് സുഖം തരുന്നത്? ഇതാണ് നമ്മൾ നമ്മൾ ആ വലയിൽപ്പെട്ടുപോയി കൂട്ടുകാരാ. ശൈത്വാൻ നമുക്ക് ഭംഗിയാക്കി തരാണ് ദുനിയാവ്. ഇതിൽ പെട്ടുപോകല്ല. സൗന്ദര്യത്തിന്റെ കേദാരം, നിറകുടം, സൗന്ദര്യം കിടക്കുന്നത് മദീനയിലാണ്. അത് പുൽകാൻ, അത് ആസ്വദിക്കാൻ, ഏറ്റെടുക്കാൻ, ആശ്വസിക്കാൻ ഈ സദസ്സിനെ പര്യാപ്തമാക്കണേ അല്ലാഹ്. മറകൾ നീക്കിത്തരണേ അല്ലാഹ്. ആ സൗന്ദര്യം കിട്ടണം. ആഗ്രയിൽ പോയിട്ട് താജ്മഹൽ കണ്ടില്ലേ? അവനെ പൊട്ടെന്ന് പറയണ്ടേ? കുട്ടികളല്ലേ? ആഗ്രഹ സ്ഥലം അറിയേ? താജ്മഹൽ അറിയില്ലേ? ശരിയാവൂല അല്ലേ? ആഗ്രയിൽ പോയിട്ട് താജ്മഹൽ കാണാത്തവൻ പൊട്ടെന്ന് പറയണ്ടല്ലേ? അതുപോലെ ഹിദായത്ത് ലഭിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്ത നമ്മളെത്ര ഹതഭാഗ്യരാണ്. അവരെ കണ്ടവരൊക്കെ ഭൂസൂരിമാൻ പാടിയൊക്കെ والحب يعترض اللذات بالألم. അതേ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പ്രേമിക്കുന്ന എന്റെ ഖൽബിന്റെ രാജാവ് എന്റെ ഉറക്കം കെടുത്തി ഉറക്കത്തിൽ വരുന്നുണ്ട്. അതേ തന്നെയാണ് പ്രേമത്തിൽ പിന്നത്തെ രസമാണുള്ളത്. പിന്നെ ആ പ്രേമം മുഴുവനും ആ മെഹബൂബിൽ എങ്ങനെ സുബ്ഹാനല്ലാഹ് ലയിച്ചു ചേരുകയില്ലേ? പാടിപ്പോയി സ്നേഹത്തിന്റെ സൗന്ദര്യം. സുബ്ഹാനല്ലാഹ്, അതേ പ്രകാരം തന്നെയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളും പാടിയത്. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദി നിസാഉ خلقت مبرأ من كل عيب. الله كأنك قد خلقت كما تشاء. നൂറ്റാണ്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറയണേ, അല്ലാഹ് ഇതുപോലെയുള്ള ഒരു സൗന്ദര്യത്തിലേക്ക് എന്റെ കണ്ണ് നോക്കിയിട്ടില്ല. ഇതുപോലൊരു മോനെ ഒരു ഉമ്മ പിറവി കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ആലങ്കാരികമല്ല, ഇതൊരിക്കലും ഒരു മജാസല്ല. സുബ്ഹാനല്ലാഹ്, ഹഖ്ഖൻ ഹഖീഖാണ്. ഹബീബായ റസൂലുള്ളാഹി യഥാർത്ഥ സൗന്ദര്യം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് വാഹി അലങ്കാരം കൊണ്ട് തങ്ങളെ തൊടാൻ കഴിയില്ല. ചുവപ്പ് കലർന്ന വെളുപ്പാണ്, പരിപൂർണ വട്ടമല്ലാത്ത മുഖമാണ്. സുബ്ഹാനല്ലാഹ്, പ്ലക്ക് ചെയ്ത പോലെ അല്ലാഹ് തങ്ങളെ ഇമകളാണ്, തങ്ങളെ പിരികമാണ്. അല്ലാഹ് കൺമശീട്ട പോലെ കണ്ണാണ് തങ്ങൾക്കുള്ളത്. ആരെങ്കിലും കൈപിടിച്ചാൽ പട്ടിനേക്കാളും മാർദ്ദവമുള്ള കൈയാണ്. നടന്നു വരുമ്പോൾ വിനയാന്വിതനായി മലയിൽ നിന്ന് ഉയരങ്ങളിൽ നിന്ന് നടന്നു വരുന്നത് പോലെ മന്ദം നടന്നു വരുന്നത് കാണാം. ആരെങ്കിലും കൂടെ
നടന്നാൽ ചുമല് പൊന്തി നിൽക്കുന്നത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, കാൽപാദത്തിന്റെ സൗന്ദര്യങ്ങളോ ചിരിച്ചാലുള്ള ഭംഗിയോ എന്ത് റാഹത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതല്ലേ പാടിയത് വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗദുക സാഫിൽ മുബറദ് ബിർദുനാ യൗമൻ നുശൂരി അന്നബി സലാം അലൈക്കും യാ റസൂൽ സലാം യാ ഹബീബ് സലാം സലവാത്തുല്ലാഹ്. അശ്റക മൗലൂദ് ഇപ്പൊ പാടി മൻ റആ വജ്ഹക, തങ്ങളെ മുഖം കണ്ടായ സഹം കഴിച്ചിലായില്ലേ. പിന്നെ നമുക്ക് പേടിണ്ട. പിന്നെ ഏത് പെണ്ണിനെ നോക്കാൻ പോകും? താജ്മഹൽ ഒരാൾക്ക് ഇപ്പോഴത്തെ പ്രസിഡന്റ് എഴുതി കൊടുത്തു. ഉസ്താദിന്റെ പേരെന്താ? നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റ് താജ്മഹലാണ്. ഒരു ഇവിടുത്തെ ചെറിയ പേര് ആവശ്യപ്പെടുമോ? ഇല്ല. പ്രിയപ്പെട്ട കൂട്ടുകാരാ, അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി മദീനയുടെ രാജകുമാരനെങ്ങാനും ഖൽബിന്റെ രാജാവായാൽ പിന്നെ ഏതെങ്കിലും മനുഷ്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ? ഏതെങ്കിലും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമോ? അതല്ലേ ബുസുരിമം പാടിപ്പോയത്. والحب يعترض اللذات بالألم. ഈ സൗന്ദര്യത്തെ മറച്ചു വെക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായത്. ഏതെങ്കിലും പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആശ്വാസമുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഖൽബിൽ നബി തങ്ങളില്ല, ഖൽബിൽ റസൂലുള്ള ഉദിച്ചിട്ടില്ല. മദ്ഹിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന സമയത്ത് വെറുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് ഉറപ്പിച്ചോ, എന്റെ നേതാവ് എന്റെ ഖൽബിലില്ല. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ആ രോഗമൊന്ന് മാറ്റിത്തരണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങളെ സൗന്ദര്യം പറഞ്ഞാൽ തീരുകയില്ല. I would like to stop here. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ചമൽക്കാരം നബിത്തങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ബാഹ്യ അലങ്കാരം കൊണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ ഇനി ഒരു പെണ്ണിനെ നോക്കേണ്ടി വരുമോ? ആ സൗന്ദര്യം ഇല്ല. പിന്നെ ഒരു ആണിനെ നോക്കണ്ട, പിന്നെ കാശ് വേണ്ട. ഈ ലോകത്തെ ഒന്നും സൗന്ദര്യമായി അനുഭവപ്പെടുകയില്ല. അല്ലാഹ് ആ തടസ്സം നീക്കിത്തരണേ റബ്ബേ, നീക്കിത്തരണേ അല്ലാഹ്. ഇനി ഒരാളിപ്പോ ബാഹ്യ അലങ്കാരം കൊണ്ട് ഒരാളെ, ആന്തരിക അലങ്കാരം കൊണ്ട്, ചമൽക്കാരം കൊണ്ട് സ്നേഹിക്കാൻ നോക്കുക. ആന്തരിക ചമൽക്കാരം നിങ്ങൾക്ക് എക്സാമ്പിൾ ഗാന്ധിജിയെ നമ്മൾ സ്നേഹിക്കുന്നു, മദർ തെരേസയെ സ്നേഹിക്കുന്നു. എന്താ അവരുടെ നല്ല ഗുണങ്ങൾ കണ്ടിട്ടില്ലേ, സൽ സ്വഭാവം കണ്ടിട്ട്. എന്നാൽ സൽസ്വഭാവം തങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലാഹ് തങ്ങളെക്കാളും നല്ല സ്വഭാവമുള്ളവർ, വേണ്ട സമയത്ത് ദേഷ്യം പിടിക്കുന്നവർ, വേണ്ട സമയത്ത് തബസ്സും ചിരിക്കുന്നവർ, അല്ലാഹ് വേണ്ട സമയത്ത് മുഖം തുടുക്കുന്നവർ ലോകത്തില്ല. ളും നല്ല സ്വഭാവത്തിന്റെ മാധുര്യമുള്ളവർ കാണിച്ചു തരാൻ കഴിയുകയില്ല. എന്ത് സൗന്ദര്യമാണെന്നറിയുമോ? 10 വർഷം ഖദ്മ ചെയ്തവർക്ക് ഒരു എതിർപ്പും കിട്ടിയിട്ടില്ല. 12
ഭാര്യമാരുണ്ട്. ആരും ആരോട് എതിര് പറഞ്ഞിട്ടില്ല. വഫാത്താകുന്ന സമയത്ത് ആയിഷ എന്ന ഉമ്മ ഭാര്യയുടെ മടിയിൽ കിടന്നിട്ടാണ് ലോകത്തിന്റെ നേതാവ് കട പറയുന്നത്. ചുറ്റുഭാഗത്തും 9 ഭാര്യമാരും കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാജനം ഏത് സമയത്തും സൗന്ദര്യത്തോടെ സ്നേഹത്തോടെ മാത്രം ഞങ്ങളോട് ഇടപെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി. ഉമർ തങ്ങൾക്ക് പറയാനുള്ളത്, അലി തങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാവരും പേപ്പട്ടി പോലെ അടിച്ചോടിച്ചിരുന്ന ബിലാൽ ഇബ്നു റവാഹ് തങ്ങൾക്ക് പറയാനുള്ളത്, മക്കൽ ഫത്ഹിന്റെ യാ സയ്യിദി ബിലാൽ, ബിലാൽ എവിടെ? അതുവരെ മക്ക കാണാത്ത ഒരു നിരക്ക് പോലും വില കൽപ്പിക്കാത്ത ബിലാൽ ഇബ്നു റവാഹ് തങ്ങളാണ് കഅബയുടെ ഉച്ചിയിൽ നിന്നുകൊണ്ട് നാദം മുഴക്കാൻ ലോകത്തിന്റെ നേതാവിന്റെ ഓർഡർ വരുന്നത്. ഇങ്ങനെ തുടങ്ങി സുബ്ഹാനല്ലാഹ് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നത് بين يديك واستجارك يا حبيبي عندك ضبي نفور. മനുഷ്യന്മാര് മാത്രമല്ല, ഞങ്ങളെ കൂടെ നിന്നവരാരൊക്കെയാണ്? മൃഗങ്ങളുണ്ട്, അചേതന വസ്തുക്കളുണ്ട്. കൂട്ടുകാരാ, ഇനി സ്നേഹിച്ചൂടെ തങ്ങളെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ആന്തരിക ചമൽക്കാരൻ നോക്കിയാലും തങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടത്. ഇനി ഇഹ്സാൻ നോക്കണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സർവീസ് മെന്റാലിറ്റി. തങ്ങളെ സാന്ത്വന പ്രവർത്തനങ്ങൾ. സുബ്ഹാനല്ലാഹ്, തങ്ങളെ പോലെ സാന്ത്വന പ്രവർത്തനം ചെയ്യാൻ, നല്ല സുബ്ഹാനല്ലാഹ് പാവങ്ങളെ സഹായിക്കാൻ ആർക്കാണ് കഴിയുക? കൂട്ടുകാരാ, മക്ക മുഴുവനും ഞങ്ങളെ നിങ്ങൾക്ക് സ്വർണമാക്കി തരാം, വേണ്ട അല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച നേതാവാണ്. അമ്പരച്ചുമരികളായ പർവ്വതങ്ങൾ പറഞ്ഞു, തങ്ങളെന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഞങ്ങള് സ്വർണമായി തരാ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് തങ്ങൾ വഫാത്താകുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച പകലില് 40 അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് അല്ലാഹ് ലോകത്തിന് മാതൃക കാണിച്ചു. മാത്രമല്ല ഭക്ഷണത്തിന് വേണ്ടി അല്ലാഹ് സുബ്ഹാനല്ലാഹ് പണയം വച്ചിരുന്ന അങ്കി യഹൂദിയുടെ കയ്യിലുണ്ടായിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് പോകുന്നത്. അവസാനം ആയിഷ ഉമ്മയോട് ചോദിക്കുകയാണ്, എന്താ 7 ദീനാർ കയ്യിലുള്ളത് കൊടുത്തോ? അതും കൊടുത്തിട്ട് കേൾക്കണേ, ലോകത്തിന്റെ നേതാവിന്റെ വീട്ടില് തിങ്കളാഴ്ച രാവിലെ ഞായറാഴ്ച രാത്രിയില് വിളക്കു കത്തിക്കാൻ ആയിഷ ഉമ്മ ബീവി അടുത്ത വീട്ടിൽ പോയി കടം വാങ്ങിയിട്ടാണ് വിളക്ക് കത്തിച്ചത്. ഉമ്മിനെ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. മണിമന്ദിരങ്ങളും ഒരുപാട് കെട്ടിടങ്ങളും ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് പറക്കാനല്ല മുഅ്മിനായ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതൊരു ആബിർ സബീലാകണം. അല്ലാഹ് ഒരു ബസ് സ്റ്റോപ്പിൽ പോലെ നിൽക്കുന്നത് പോലെ നിൽക്കാൻ കഴിയണം. അല്ലാഹ് തൗഫീഖ് നൽകണേ, അല്ലാഹ് തൗഫീഖ് നൽകണേ. അല്ലാഹ് തങ്ങളെ
സാന്ത്വന പ്രവർത്തനം ഞാൻ പാടി, അത് ഒട്ടകങ്ങൾക്ക് ലഭിച്ചു പോയി. അല്ലാഹ് മരക്കഷ്ണം വരെ തങ്ങളുടെ സാന്ത്വന പ്രവർത്തനം ഏറ്റെടുത്തവരാണ്. അല്ലാഹ് തങ്ങളിൽ നിന്ന് റഹ്മത്ത് ലഭിക്കാത്ത ആരാണുള്ളത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ലൗലാക ലമാ ഖലഖ്തുൽ അഖ്ലാഖ്. ഉമ്മയെ സ്നേഹിക്കുന്നവരെ, പാപ്പയെ സ്നേഹിക്കുന്നവരെ, ഈ ദുനിയാവിൽ വരാൻ മാത്രമാണ് ഉമ്മ കഷ്ടപ്പെട്ടത്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനാണ്. എന്റെ ഉമ്മ ഉണ്ടാകാനും പാപ്പയുണ്ടാകാനും പാപ്പാന്റെ വാപ്പെടുത്തോ എല്ലാം ഉണ്ടാകാൻ കാരണക്കാരൻ ഹബീബ് റസൂലുള്ളാഹി റസൂലുള്ളാഹി. ഇനി മദർ തെരേസക്കും ഗാന്ധിജിക്കും തങ്ങൾ അടുത്തു നിൽക്കാൻ പറ്റുമോ? ഇല്ല. തങ്ങളുടെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ അത്രയും വിശാലമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവിടുത്തെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ തന്നെ തങ്ങളാണ് സ്നേഹിക്കാൻ മതി. ഇനി നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, നമുക്ക് കഴിയാത്തത് വിശുദ്ധ ഖുർആനിൽ കളവ് പറയും. എല്ലാവർക്കും ഉറപ്പാ? നാളെ സൂറത്തു തൗബ എന്ന സൂറത്ത് ഇല്ലേ? ഇതിൽ ബിസ്മി ഇല്ലാത്ത സൂറത്ത് എത്ര ആയത്തുകളുണ്ട്? 128ാമത്തെ ആയത്തിനെ കുറിച്ച് അറിയോ? لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളും സ്നേഹിക്കാൻ തങ്ങളിൽ അക്മലാണ്, കാമിലാണ്, മുക്കമ്മലാണ്. തങ്ങളെക്കാളും ഔന്നിത്യത്തിൽ ലോകത്താരുമില്ല. ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. തങ്ങളാണ് ഏറ്റവും ടോപ്പ് ലെവൽ. നിങ്ങൾ കേൾക്കണം. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ കളവ് പറയില്ലല്ലോ. ഏതെങ്കിലും ന്യൂസ് പേപ്പറല്ല ഞാൻ വായിക്കുന്നത്, ഏതെങ്കിലും മീഡിയകളല്ല പറയുന്നത്. അതിലൊക്കെ ഒരു പക്ഷേ കളവ് വന്നേക്കാം. പക്ഷേ വിശുദ്ധ ഖുർആൻ ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് ഉസ്താദ് കുറേ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? അർത്ഥം അല്ലേ? ലഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് റസൂലുൻ, ഒരു ദൂതൻ, മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യനാണ്? മൃഗമാണോ? എല്ലാ മനുഷ്യന്റെ വികാര വിചാരങ്ങൾ അറിയുന്ന അല്ലാഹ് അത്ഭുത മനുഷ്യനാണ് ലോകത്തേക്ക് വന്നത്. നമ്മളെ സൃഷ്ടിച്ചാൽ അല്ലല്ലേ? അല്ലേ? അല്ലയാണെങ്കിൽ നിങ്ങളെ ഉമ്മയെ സൃഷ്ടിച്ചതാരാ? അല്ലയാണ്. ഉമ്മയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചാരാ? അല്ലയാണ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? നിങ്ങളെ ഉമ്മ നിങ്ങളെ പോറ്റാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കണം. ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, സുബ്ഹാനല്ലാഹ്, നിങ്ങളെ ഉമ്മയെക്കാളും നിങ്ങളെ ബാപ്പയെക്കാളും നിങ്ങളെ വിഷയത്തിൽ ഏറ്റവും ടെൻഷൻ അടിക്കുന്നതാരാ? ഈ സദസ്സിൽ കടക്കാരുണ്ടാകും ഇല്ലേ? നിങ്ങളെ കടത്തിന്റെ വിഷയത്തില് നിങ്ങളെ ഭാര്യയാണ്, കൂടെ കിടക്കുന്ന ഭാര്യയാണ് ടെൻഷൻ അടിക്കുന്ന നിങ്ങൾ ധരിച്ചിട്ടാകാം. രോഗികൾ ഈ മജ്‌ലിസിലുണ്ട്. എന്റെ രോഗത്തിന്റെ വിഷയത്തിൽ എന്റെ മോനും എന്റെ മക്കളുമാണ് ഏറ്റവും പ്രയാസപ്പെടുത്തുന്നത്. എന്റെ ഭാര്യക്കാണ് ഏറ്റവും പ്രയാസമുള്ളത്. എന്റെ ഉമ്മാക്കാണ് ഞാൻ പനിക്കുന്നത്, കൊരക്കുന്നത്. എന്റെ അറ്റാക്കും എന്റെ പ്രഷറും കൊളസ്ട്രോളും ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നു ആർക്കാണ്? നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ ഉമ്മാക്കും അപ്പാക്കാണ്. എന്നാൽ അല്ലാഹ് പറയണം അങ്ങനെയല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. വിവാഹം കഴിച്ചേക്കാൻ മക്കളുള്ള ബാപ്പമാരിലുണ്ടാകും. അവര് വിചാരിക്കും കുടുംബക്കാരാണ് എന്റെ വിഷയത്തിൽ ഏറ്റവും ടെൻഷൻ അടിക്കുന്നത്. എന്നാൽ അങ്ങനല്ല. അസീസുൻ അലൈഹി മാ അനിത്തും, എന്റെ മുഅ്മിനീങ്ങളെ, മദീനയുടെ രാജകുമാരന് നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം അസീസാണ്, സഖീലാണ്, വല്ലാത്ത ഭാരമാണ്. സ്നേഹിക്കാൻ ഈ സദസ്സ് സബബായി തൗഫീഖ് നൽകണേ അല്ലാഹ്. തടസ്സം ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് വരുന്നത്. ആ തടസ്സമൊന്ന് മാറ്റിത്തരണം അല്ലാഹ്. എന്നിട്ടും അല്ലാഹ് കിട്ടുന്നില്ല. നിങ്ങൾ നന്നാകാൻ, നിങ്ങളെ മക്കൾ നന്നാകാൻ, ഈ മുത്തഅല്ലിമീങ്ങൾ വലിയ മുശാവറമ്പറാകാൻ ഏറ്റവും താല്പര്യമുള്ള ഉസ്താദ് മാത്രമല്ല, അതിനേക്കാൾ നിങ്ങളെ ഉമ്മാക്ക് മാത്രമല്ല, അതിനേക്കാളും ആഗ്രഹിക്കുന്നത് ആരാണ്? ഹരീസുൻ അലൈക്കും, നിങ്ങളെ മേൽ ഫഈലും അതിനാണ്, വല്ലാതെ അലച്ച വെക്കുന്നതാണ് ഹബീബ് റസൂലുള്ളാഹി. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത മഹബ്ബത്താണ്. അതാ ബൂസൂരി ഇമാം പഠിപ്പിച്ചു തന്നത്, അഹല്ല ഉമ്മതഹു ഫീ ഹിർസില്ലതിഹി കല്ലൈലി ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി. ഒരു സിംഹത്തിന്റെ തള്ള അതിന്റെ കുട്ടിയെ ശത്രുക്കളിൽ നിന്ന് എത്ര പ്രൊട്ടക്ഷൻ ചെയ്യുമോ, അതിനേക്കാളും നിങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഖബറിൽ വന്നാൽ കാണാം, മഹ്ശറ ലോകത്ത് ഉമ്മ നോക്കൂല, കൂടെ കിടന്ന ഭാര്യ തിരിഞ്ഞു നോക്കൂല, പോറ്റി വളർത്തിയ മക്കള് തിരിഞ്ഞു നോക്കൂല, കഷ്ടപ്പെട്ട് വളർത്തിയ ശിഷ്യന്മാര് നോക്കൂല, ചങ്ക് ബ്രോകളൊന്നും മൈൻഡ് ചെയ്യാത്ത മഹ്ശറ എന്ന ലോകത്തുണ്ടെങ്കിൽ ആ ലോകത്ത് ഓ മുഹമ്മദേ, ഓ അബൂബക്കർ സിദ്ദീഖേ എന്ന് വിളിച്ചു വരാൻ ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അത് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വതഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. സുബ്ഹാനല്ലാഹ്. മഹ്ശറല്ലേ? ആകെ താങ്ങും തണലുമായി വരാനുള്ള ഒറ്റ കുട്ടിക്ക് മിണ്ടാൻ പറ്റൂല. അവിടെ മിണ്ടാൻ അധികാരമുള്ള ഒരു നേതാവ്, ശഫാഅത്തുൽ ഉലമാ, മഖാമുൻ മഹ്മൂദ്, ദിവാഉൽ ഹൗല്, സർവ്വവിധ ആനുകൂല്യങ്ങളും സുബ്ഹാനല്ലാഹ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹ് കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹ്ശർ നമ്മുടെ ഖബറിലേക്ക് ഉമ്മ വരുമോ? അപ്പോ ഇല്ല. ഹബീബ് റസൂലുള്ളാഹി അബൂദാവൂദിൽ ഹദീസ് കാണാം. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഖബറിലേക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് മദീനയുടെ മജ്‌ലിസിൽ നിൽക്കുമ്പോൾ ഉറക്കം വരും. ഫോണ് എത്ര കളിച്ചാലും ഉറക്കം വരുന്നില്ല. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റിയ മാർഗം എന്താ? സലാത്ത് മജ്‌ലിസിൽ പോയി ഉറക്കം വരുന്നുണ്ടോ? ഇത്രയും നല്ല സൗന്ദര്യമുള്ള നബിത്തങ്ങളെ കുറിച്ച് പറയുമ്പോ ഉറങ്ങണവന്റെ കഥ എന്താ? അല്ലേ? നിങ്ങളാ തൊപ്പിട്ട ഒരു പേര് ഔട്ടി ഉഷാറാണ്, സംഭവമാണ്. സുഖല്ലേ കേൾക്കുമ്പോ? ഇല്ല, ഈ മൈക്കിൽ കൂടെ പറയുമ്പോ പേര് പറയുമ്പോ നമുക്ക് എന്ത് സന്തോഷമാണ്. ഈ ജരീർ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ പുകയിലാണെങ്കിൽ ജരീർ ആസ്വദിക്കും. പക്ഷേ നമ്മളെ മക്കൾക്ക് സമ്മാനം കിട്ടുന്നത് കാണുമ്പോ വലിയ സന്തോഷമാണ്. ഉമ്മമാർ ഇത് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ മക്കള് കളിക്കുന്നത് കാണാൻ, പാടുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിനേക്കാളും മുഹമ്മദുർ റസൂലുള്ളാഹി എന്നൊരു പേരുകൾ
കേൾക്കുമ്പോഴേക്കും സന്തോഷം നമുക്ക് വരണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാ, എനിക്ക് എന്റെ ശരീരത്തോടുള്ള കടപ്പാടിനേക്കാളും ആരോട് കടപ്പാടുണ്ട്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് കടപ്പാടുണ്ട്. അല്ലേ? ജുനൈദ് ഉസ്താദും ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുക, ഏതെങ്കിലും ഒരാൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ജുനൈദ് ഉസ്താദ് ആരെ തിരഞ്ഞെടുക്കേണ്ടി? ആരെ ജീവനാ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് അല്ലേ? ആ നീല വരുന്ന വ്യക്തികൾ അപ്പുറത്തുള്ള ഈ പേര് സുഖല്ലേ? കൂടെ കേൾക്കുമ്പോ ഈ സുഖത്തിനേക്കാൾ സുഖം എന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖം കിട്ടണം. അതായത് നിങ്ങളും പ്രതിസന്ധിയിൽപ്പെട്ടാൽ നബിത്തങ്ങളെ പറയിപ്പിക്കപ്പെടേണ്ട അവസ്ഥ വന്നാൽ അവിടെ തെരഞ്ഞെടുക്കണം നിങ്ങളുടെ ശരീരത്തെയാണ്. എന്റെ ശരീരം ആക്ഷേപിക്കപ്പെട്ടോട്ടെ, സുബ്ഹാനല്ലാഹ്. എന്നാലും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മേലും സലാം പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദുആർന്ന് പിരിയും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا رحمة للعالمين. خذ بأيدينا خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أدركنا يا حبيب الله أدركنا يا نبي الله. 11 പ്രാവശ്യം ഉൻസുർനാ യാ റസൂലല്ലാഹ് ഉൻസുർനാ യാ റസൂലല്ലാഹ് ഉൻസുർനാ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ഉൻസുർനാ യാ റസൂലല്ലാഹ് ഉൻസുർനാ യാ റസൂലല്ലാഹ് يا رسول الله انظرنا يا رسول الله انظرنا يا رسول الله انظرنا يا رسول الله وجهك يا سعد يا كريم الوالدين حوضك صفي مبارك وردنا يوم النشور يا نبي سلام يا رسول سلام يا حبيب سلام عليكم الله عليكم برقب قدر تم بلرق النبي برقب راقل مرن النبي بحر النور كدن النبي بشرى نبي صلى الله
സപ്തസമാ കടന്ന നബി സത്യ ഇലാഹെ കണ്ട നബി സംസാരിച്ചു പിരിഞ്ഞ നബി സയ്യിദ് നബിയിൽ സല്ലല്ലാഹു ഹസ്ബി റബ്ബി ജല്ല മാ ഫീ ഖൽബി لا إله إلا الله شهر ربيع ഉദിച്ച നബി ശംസിനബി വിളിച്ച നബി ശംസുകളാകെ വഹിച്ച നബി ഷാഫിഉ നബിയിൽ സല്ലല്ലാഹു ശംസുൽ ആരിഫീൻ നബി شيخ الأنبياء روح رسول شاكر ذاكر شاه رسول آمنا برسول الله حسبي ربي جل الله ما في قلبي غير الله نور محمد لا حق لا സുബ്ഹാനേ എൻ പിഴ പോക്കണേ റഹ്മാനേ എൻ കൊതി തീർക്കണേ മന്നാനേ എൻ കൊതി തീർക്കണേ മന്നാനേ എൻ കൊതി തീർക്കണേ മന്നാനേ ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി لا في قلبي غير الله محمد صلى الله إله إلا الله وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته